Hello, good afternoon. Good afternoon, Miss. Good afternoon, Miss. തുടങ്ങിയാലോ? കുറെ പേരൊന്നും കാണാനില്ലല്ലോ, എത്രയുള്ള ഓക്കെ, ക്വസ്റ്റ്യൻസ് വായിക്കാം. ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലല്ലോ? ആ, അതുകൊണ്ട് പെട്ടെന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ വേഗം വേഗം എഴുതിട്ട് പെട്ടെന്ന് ഉള്ളത് ചെയ്യുന്നു. ഓക്കേട്ടാ. 9-നെയും 15-നെയും 9-നെയും 15-നെയും 9-നെയും 15-നെയും ഹരിക്കുമ്പോൾ ഓരോ സാഹചര്യത്തിലും ഏഴ് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത്. 9-നെയും 15-നെയും ഹരിക്കുമ്പോൾ ഓരോ സാഹചര്യത്തിലും 7 ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ ഇത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കാമോ ആൻസർ? കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് അല്ല. ചോദിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം, ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് ഉണ്ടോ സജസ്റ്റ് ചെയ്യാമെന്ന്. ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആൻസർ ഉണ്ടോ? 9-നെയും 15-നെയും ഹരിക്കുമ്പോൾ 9ഉം 15 ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? കോമൺ ആയിട്ട് 2 നമ്പറിൽ ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതി LCM മെത്തേഡ് ഉപയോഗിച്ച് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറുത് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ LCM കാണേണ്ടത്. ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് ഇതിന് 2-നെ ഹരിക്കാൻ പറ്റണം. ദാറ്റ് മീൻസ് 3 കൊണ്ടാണ് ഹരിക്കാൻ പറ്റുക. 3 × 3 9, 3 × 5 15. ഇനി ഇതുപോലെ രണ്ടും അതുപോലെ തന്നെ 3-നെയും 5-നെയും ഒരുപോലെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ LCM എന്ന് പറയുന്നത് എന്താ? 45. 3 × 3 × 5 അല്ലേ? 45. പക്ഷെ ചോദിച്ചിരിക്കുന്നത് LCM അല്ല. അങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. 7 ശിഷ്ടം വരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്തിന്റെ കൂടെ ഒരു കിട്ടിയ ആൻസറിന്റെ കൂടെ ഒരു 7 ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടാം? 45 + 7 52 ആണ് ആൻസർ വരിക. അതായത് ഏതെങ്കിലും 2 സംഖ്യകളെ കോമൺ ആയിട്ട് നിശേഷം ഹരിക്കുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഹരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ശിഷ്ടം പ്രത്യേകിച്ച് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം കിട്ടണ്ടേ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ LCM മെത്തേഡിൽ LCM കണ്ടുപിടിച്ചത്. LCM കാണുക. 9-ന്റെയും 15-ന്റെയും LCM 3 × 3 × 5. ഓക്കെ, 45 ആണ് കിട്ടുക. അതിന്റെ കൂടെ ശിഷ്ടം തന്നിരിക്കുന്ന ശിഷ്ടം ഏതാണോ അത് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 90-ന്റെയും 162-ന്റെയും കുസാഗ കാണുക. 90-ന്റെയും 162 HCF of 90 and 162.
HCF ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഏതിന്റെയാണ്? 90, 162. ആ, ഇത് രണ്ടിന്റെ ഉസാഗ വേഗം കണ്ടുപിടിക്കും. 162 18. 9, 12, 18, 24 എന്ന ആൻസേഴ്സ് ഉണ്ട്. 18 ആണ് ഒരാളെ ആൻസർ പറഞ്ഞത്. എല്ലാവർക്കും തന്നെയാണോ നോക്ക്? വേറെ ആർക്കും ആൻസർ ഇല്ലേ? 18 ആണോ? കറക്റ്റ് ആണോ? 18. ആ, ശരിയാണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അല്ലെങ്കിൽ ചെയ്ത് ആൻസർ കിട്ടാത്തതുണ്ടോ? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 45 ഇവിടെ വരും, ഇവിടെ 81 വരും. അടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15 വരും, 27 വരും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 3s are 15, 3 9s are 27. ഇനി പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഉസാഗ എടുക്കുമ്പോൾ LCM കണ്ടതുപോലെയല്ല. LCM നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇത് വന്ന് സൈഡിലുള്ളതും താഴെ ലാസ്റ്റ് കിടക്കുന്നതും തമ്മിലെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്തു. പക്ഷെ ഉസാഗ HCF എടുക്കുമ്പോൾ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ മാത്രമേ എടുക്കുള്ളൂ. ദാറ്റ് മീൻസ് ഇത് 3 എടുക്കുള്ളൂ. ഈ 3 സൈഡിൽ കിടക്കുന്നത് മാത്രം. താഴെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റാത്ത 5 9 ഇവിടെ ബാക്കി വന്നിട്ട് അതെടുക്കാൻ പാടില്ല. അപ്പൊ 2 into 3 into 3 ആണ്. 3 into 3 9, 9 into 2 18 ആണ് നമുക്ക് ആൻസർ വരേണ്ടത്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറഞ്ഞതാണ്. അടുത്തത് LCM ചോദ്യം എഴുതിക്കോട്ടെ. രണ്ട് സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ, രണ്ട് സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ യഥാക്രമം 36, 6, 36ഉം 6ഉം. രണ്ട് LCM അതുപോലെ തന്നെ HCF രണ്ടും 36ഉം 6ഉമാണ്. ഒരു സംഖ്യ കോമേറ്റ് ചെയ്ത ഒരു സംഖ്യ 12ഉമായാൽ മറ്റേ സംഖ്യ എത്ര? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ? ലസാഗു, ഉസാഗ രണ്ട് സംഖ്യകൾ തന്നിരിക്കുന്നു. ഈ ലസാഗയും ഉസാഗയും തന്ന് അതിൽ ഒരു സംഖ്യ തന്നിട്ട് മറ്റേ സംഖ്യ കാണാൻ, അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ തന്നു, ഉസാഗയും തന്നു, ലസാഗു കാണാൻ. അതുപോലെ തന്നെ രണ്ട് സംഖ്യകളും ലസാഗുവും തന്നു, ഉസാഗ കാണാൻ. ഇത് എല്ലാത്തിനും കൂടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കിട്ടിയോ ആർക്കെങ്കിലും ആൻസർ? 18 തന്നെയാണ് അവിടെയും ആൻസർ വന്നിരിക്കുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാ ചെയ്യാ നമ്മള്? LCM into HCF equal to product of numbers അല്ലെ? അതായത് LCM-ഉം HCF-ഉം കൂടി ഗുണിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? LCM-ഉം HCF-ഉം കൂടി തന്നെ ഗുണിക്കുന്നതിന് തുല്യം തന്നെയാണ്. മനസ്സിലായ? അതായത് പ്രോഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. അത് നമ്മുടെ LCM HCF-ന്റെ ഗുണനഫലം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലത്തിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ LCM തന്നിട്ടുണ്ട് 36 ഇൻറ്റു HCF തന്നിട്ടുണ്ട് 6. അതിൽ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. അതെത്രയാ? 12. മറ്റേ സംഖ്യ തന്നിട്ടില്ല. ആ ഒരു സംഖ്യ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ ഗുണനഫലം. അതിൽ ഒരു സംഖ്യയുള്ളൂ, മറ്റേ സംഖ്യ ഏതാണെന്നറിയില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 36 ഇൻറ്റു 6 അല്ലെ, ഡിവൈഡഡ് ബൈ 12. ആ 12 ഇൻറ്റു ചെയ്യണത്, അത് ഈക്വൽ സൈന്റെ
ഇടത് വശത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു, അതുകൊണ്ട് അതിന്റെ സൈൻ മാറി. ഇൻറ്റു ചെയ്യാനുള്ളത് ഇപ്പുറത്ത് നോക്കുമ്പോ ഡിവിഷൻ ആയി. അപ്പൊ ഡിവൈഡ് ചെയ്യുക. 6നെ 12 കൊണ്ട് നമുക്കറിയാം 2 പ്രാവശ്യം വെട്ടിക്കും. 2നെ 36 കൊണ്ട് വെട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 18. അങ്ങനെയാണ് 18 കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരോ ആൻസർ കിട്ടാത്തവരോ ഇപ്പൊ മനസ്സിലായോ നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോണം. ചെയ്തു പോയി നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് കിട്ടി, മനസ്സിലായി എന്നാണ്. എന്തെങ്കിലും ഒരു പ്രാവശ്യം കൂടി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകും അങ്ങോട്ട് മുന്നോട്ട്. ഓക്കെ, അപ്പൊ LCM into HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് അവിടെ എഴുതി വെക്കാം. LCM into HCF ഈക്വൽ ടു സംഖ്യകളുടെ ഗുണനഫലം എന്ന് അവിടെ ആ കണക്ക് ചെയ്തതിന്റെ ബോക്സിൽ അവിടെ തന്നെ എന്തെങ്കിലും ഒരു ഇതായിട്ട് വരച്ച് എഴുതിയൊക്കെ വെക്കാം, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് A is to B, ഒന്നും വേണമെന്നില്ല, A is to B എന്ന് പറയുന്നത് 8:9 ആണ്. A is to B 8:9 and B is to C 15:16 എങ്കിൽ A is to C എത്ര? A is to C എത്ര? A is to B 8:9, B is to C 15:16 എങ്കിൽ A is to C എത്ര? കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് 1:2, 3:5, 5:6, 2:3 എന്നൊക്കെ ആൻസർ ഉണ്ട്. കിട്ടിയിട്ടില്ല? 5:3. 5:3 ഒരു ആൻസർ വന്നു. നോക്കാം നമുക്ക്. അധികം ആളുകൾക്ക് കിട്ടിയില്ല തോന്നുന്നത്. A is to B, ഞാൻ ഇവിടെ എഴുതാം. A is to B എന്ന് പറയുന്നത് 8:9 തന്നിട്ടുണ്ട്. അടുത്തത് പറയുന്നത് A is to B ഞാൻ എഴുതിയിരിക്കുന്ന ഓർഡർ നോക്കുക. ആ ക്രമം, ആ റെസ്പെക്റ്റീവ് ആയിട്ട് എഴുതിയിരിക്കുന്നത് Aയുടെ താഴെ 8, Bയുടെ താഴെ 9. അതാണ് അവരെ ചെറുതാക്കുമ്പോൾ, അതായത് രണ്ട് സംഖ്യകള് എന്താ പറയാ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയാ, അല്ലെ? അംശബന്ധം. അപ്പൊ Aയും Bയും തമ്മിലുള്ള ബന്ധം 8:9 ആണ്. 8 into 2 9:2 ആകാം. 8:3 9:3 ആകാം. 8:4 9:4 ആകാം. ഏത് കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിനെ ചെറിയ രൂപത്തിൽ 8:9 എഴുതിയേക്കാൻ നമുക്കറിയില്ല. എന്തായാലും അത് തമ്മിലുള്ള ബന്ധം 8:9 ആണ്. അടുത്തത് തന്നിരിക്കുന്നത് B is to C. Bയുടെ താഴെ കൊണ്ടുവന്ന് എഴുതിയത് ഞാൻ. C ഇതിനകത്ത് പെട്ടേക്കണതല്ലാത്തതുകൊണ്ട് സീനെ അങ്ങോട്ട് മാറ്റി എഴുതി. B is to C നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 15:16 തന്നിട്ടുണ്ട്. B is to C എന്ന് പറയുന്നത് 15:16 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബിയും സിയും തമ്മിലുള്ള ബന്ധം 15:16. നിങ്ങൾക്ക് കാണേണ്ടത് എയും സിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെയില്ലേ നിങ്ങൾ വരുമ്പോ ആദ്യം തന്നെ റേഷ്യോനെ ഞാനിപ്പോ എഴുതിയ പോലെ അങ്ങോട്ട് എഴുതാൻ വേഗം. അതായത് A is to B തന്ന്, അടുത്ത B is to C തന്ന്, അടുത്തേക്ക് അവിടെ C is to D ആയിരിക്കും തരിക. എന്തായിക്കോട്ടെ, അത് അതിന്റെ ആ കറക്റ്റ് ആ ലെറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അത് ആ രീതിയിൽ അങ്ങോട്ട് എഴുതി പോകാം. ചിലപ്പോ എയുടെയും ബിയുടെ, അപ്പൊ എയുടെ അടിയിൽ സംഖ്യയില്ല, ബിയുടെ അടിയിലുണ്ട്, സിയുടെ അടിയിലുണ്ട്, പക്ഷെ സിയുടെ മുകളിൽ സംഖ്യയില്ല. ഓക്കെ, അങ്ങനെ ഓർക്കുക. ആ രീതിയിൽ ക്രമത്തിൽ തന്നെ അങ്ങനെ തന്നെ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അങ്ങനെ എഴുതിയതിനു ശേഷം നമുക്കറിയാം മുകളിലത്തെ ആദ്യം തന്നിരിക്കുന്ന A is to B, എയുടെ ബിയുടെ ബന്ധം തന്നിട്ട് അതിനകത്ത് സി ഉണ്ടായിരുന്നില്ല. അപ്പൊ സി എന്ത് ചെയ്യണം എന്നറിയാമോ? ആ അവിടെ കിടക്കുന്ന ഓൾറെഡി അവിടെ ഒരു ബിയുടെ അവിടെ വാല്യൂ കിടക്കുന്നുണ്ട്. അവിടെ ആ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സംഖ്യ ഏതാണ് അത് ഒരു പ്രാവശ്യം കൂടി അങ്ങ് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് മീൻസ് 9 അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാന്ന്. മനസ്സിലായോ? തൊട്ട് മുന്നിൽ കിടക്കുന്ന സംഖ്യ ഏതാണോ അത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ആ സിയുടെ അവിടെ നമ്മൾ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ എന്തുണ്ട്? എയുടെ ചോട്ടിൽ സംഖ്യയില്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ 15 ഇപ്പുറത്തേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. കണ്ടല്ലോ, ഈ 15 ഇവിടെ എഴുതി, ഇവിടെ 9 ആയിരുന്നു, ആ 9 തൊട്ടിപ്പുറത്ത് എഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? അത് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ട് നോക്കാം. ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്? A is to B is to C ആണ് നമുക്ക് കാണണ്ടേ. അപ്പൊ A is to B is to C തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ നിരത്തി എഴുതാം. എന്നിട്ട് അതിന്റെ ഷോർട്ട് ഫോമില് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. എങ്ങനെയാണ്? 8 into 15. എയുടെ ചോട്ടിൽ വരുന്ന ഏതാ? 8
A:B:C ആണ് നമ്മൾ കാണേണ്ടതെങ്കിൽ എങ്ങനെ വരും നോക്കിയേ. A:B:C ആണ് കാണേണ്ടതെങ്കിൽ എങ്ങനെ വരും? 8 × 15 എത്രയാ? 8 × 15 അവരിങ്ങനെ ഗുണിച്ചാൽ തമ്മില് 120 ആണോ? 120. 120. ഇനി ബിയുടെ സ്ഥാനത്ത് ബിയുടെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെ വരും? 9:15. 9 × 15. അപ്പൊ എത്ര കിട്ടും? 135. 135 കിട്ടി. ഓക്കെ. ഇനി സിയുടെ അവിടെ ഗുണിക്കേണ്ടത് 9 ഉം 16 ആണ്. എന്തൊക്കെയാ ഗുണിക്കുമ്പോ കിട്ടുക? 9 × 16 ഗുണിച്ചോ? 144. അതെ, 144. ഓക്കെ, 144 കിട്ടി. അപ്പൊ 120:135:144. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. A:B:C ആണ് ചോദിക്കണമെങ്കിൽ ഇതങ്ങനെ ചെയ്താൽ 120:135:144. ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുകയാണ് A:B:C എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ആൻസർ എടുത്ത് എഴുതാം. 120, 135, 144. അതിനി ഫർദർ ചെറുതാക്കാൻ പറ്റില്ല. ബിക്കോസ് എല്ലാത്തിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എഴുതാം. A:B:C 120:135:144. പക്ഷെ നമ്മളോട് ചോദിച്ചത് ചോദ്യം അതല്ല. ഇവിടെ എയും സിയും തമ്മിലുള്ള റിലേഷൻ ആണ് എങ്കിൽ നമുക്ക് എടുത്ത ഏതൊക്കെയാ? 120, 144. ഓക്കെ, 120:144 ആണ് നമുക്ക് ഇവിടെ ആവശ്യം. അതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റും. കാരണം അത് ഈവൺ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അതിനെ ചെറുതാക്കി എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 120:144. എത്ര കിട്ടാം? 2 കൊണ്ട് ചെറുതാക്കുകയാണെങ്കിൽ ഇവിടെ 20 കിട്ടും, 60 കിട്ടും. ഇവിടെ 72 കിട്ടും അല്ലെ? 6ന്റെ ടേബിളിൽ പോകുമോ? 7ന്റെ ടേബിളിൽ പോകുമോ? 10ന്റെ ടേബിളിൽ പോകുമോ? എന്തായാലും അതിനൊന്നുകൂടി വേണമെങ്കിൽ ചെറുതാക്കിക്കോ. അതായത് ജസ്റ്റ് ഹാഫ് ആക്കാം. 72ന്റെ പകുതി എത്രയാ? 36. ഇനി 6ന്റെ ടേബിളിൽ പോകുമല്ലോ. 5 6 are 30, 6 6 are 36. അങ്ങനെ ചെറുതാക്കി എടുക്കാം. ഒറ്റയടിക്ക് ചെറുതാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 2 കൊണ്ട് വെച്ച് ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യകളെ നമുക്കറിയാം. ഈവൺ നമ്പർ, അതായത് ഇരട്ട സംഖ്യകളെല്ലാം തന്നെ നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 5ന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 3 വെച്ച്. അങ്ങനെ ഏത് സംഖ്യ വെച്ച് ചെറിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുക. അല്ലാണ്ട് എല്ലാം കൂടി വലിയ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെറുതാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 5:6 ആണ്. കേട്ടല്ലോ? 5:6, 5:6. അതേസമയം എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 3 എടുത്ത് എഴുതാം. ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ആ, A/B അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാം. A/B അങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ. ഇത് ഒരു എളുപ്പ രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ആ വെറുതെ അവിടെ അങ്ങനെ കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ഫോർമാറ്റിൽ ഇതാ. A:B, B:C, C:D ഉണ്ടെങ്കിൽ അത് ഇതാ. എന്നിട്ട് അതിന്റെ നേരെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത്, തൊട്ട് മുന്നിൽ കിടക്കുന്ന സംഖ്യ എവിടേക്കാണോ ബ്ലാങ്ക് വന്നേക്കണം അവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. എത്ര വേണമെങ്കിലും അങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് അതെല്ലാം കൂടി നേരെ താഴെ ഉള്ളതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ചെറുതാക്കേണ്ടത് ചെറുതാക്കാം. ഓക്കെ, അടുത്ത ഈ ഒരാളുടെ ശമ്പളത്തിന്റെ അടുത്ത ചോദ്യം. ഒരാളുടെ ശമ്പളത്തിന്റെ 65% ചെലവാക്കുകയും 65% ചെലവാക്കുകയും ഒരാളുടെ ശമ്പളത്തിന്റെ 65% ചെലവാക്കുകയും 525 രൂപ പ്രതിമാസം 525 രൂപ പ്രതിമാസം മിച്ചം വെക്കുകയും ചെയ്യുന്നു. അയാളുടെ ശമ്പളം എത്ര? 65% ആണ് അയാൾ ചെലവാക്കുന്നത്. ബാക്കി അതിൽ നിന്ന് ഒരു 525 രൂപ പുള്ളിക്കാരൻ സേവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഭാവിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 525 രൂപ പ്രതിമാസം പുള്ളി സേവ് ചെയ്യുന്നു. എങ്കിൽ അയാളുടെ ശമ്പളം എത്രയാണെന്നാണ് ചോദ്യം. എന്താ ചെയ്യാം? എത്രയാണ് അയാളുടെ ശമ്പളം നമുക്കറിയില്ല. ശമ്പളത്തിന്റെ 65% ചെലവാക്കുന്നുണ്ട്. 65% ചെലവാക്കുന്നുണ്ട്. ബാക്കി വരുന്ന 35% അല്ലേ അയാൾ സേവ് ചെയ്യുന്നത്?
ആയിരിക്കുമല്ലോ. അതെ. ആണോ? അതെ. അതായത് ശമ്പളം നമുക്ക് അറിയില്ല. അപ്പൊ ശമ്പളം X ആണെങ്കിൽ അതിന്റെ 35% മീൻസ് 35/100 അത് അയാൾ ചെലവാക്കുന്നുണ്ട്. ആ പൈസ എത്രയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എത്രയാത്? 525. ഓക്കെ. അപ്പൊ എക്സിന്റെ 35% 525 രൂപയാണ് അയാൾ ചെലവാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 525 ഇൻറ്റു 100/35. അതെന്താ 100/35 എന്നറിയാലോ? ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി 35/100 ഗുണിക്കാനുള്ളതാ. അത് അപ്പുറത്ത് പോകുമ്പോ എന്ത് വരും? റെസിപ്രോക്കൽ വരും അല്ലെ? എന്ത് വരും? വ്യുൽക്രമം എന്ന് വിളിക്കും നമ്മൾ അതിനെ. 35/100 തല തിരിച്ചിടണം. ദാറ്റ് ഈസ് 100/35. ദാറ്റ്സ് കോൾഡ്. അതിനെന്ത് വിളിക്കും? റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് വിളിക്കും. അപ്പൊ 525 ഇൻറ്റു 35/100 എന്നുള്ളത് അപ്പുറത്ത് പോയി 100/35 വെച്ച് ചെയ്ത് ശമ്പളം കണ്ടുപിടിക്കണം. എത്രയാണ് അതിന്റെ ശമ്പളം കിട്ടിയ? 1500 ആണോ? 1500. കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാ. ഒന്നിലേക്ക് ഗുണിച്ചിട്ട് ചെറുതാക്കാം, എന്താ പറയാ, ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതാക്കി എടുക്കാം. കാരണം 5ന്റെ ടേബിളിൽ പോകുന്ന സംഖ്യകളാണ്. 100ഉം അതെ, 35ഉം അതെ, 525ഉം അതെ. അങ്ങനെ ചെറുതാക്കി എടുത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1500 15 പ്രാവശ്യം പോകുന്നു അല്ലേ? 35 15 പ്രാവശ്യം 525 പോകാം. 15 ഇൻറ്റു 35 ആണ് 525 വരിക. അപ്പൊ 15 ഇൻറ്റു 100 നമുക്കറിയാം 1500 ആണ്. ഓക്കെ ഓക്കെ ആണല്ലോ? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം തരാനായിട്ടേ ഇത്തിരി ക്ലാസ് കൂടുതലായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇരുന്ന് വായിക്കേണ്ടി വന്നേ. 800 ഓറഞ്ചുകളിൽ ക്വസ്റ്റ്യൻ എഴുതുമ്പോ 800 ഓറഞ്ചുകളിൽ 80 എണ്ണം ചീത്തയായിരുന്നു എങ്കിൽ നല്ല ഓറഞ്ച് എത്ര ശതമാനം എന്നാണ് ചോദ്യം. 800 ഓറഞ്ചുകളിൽ 80 എണ്ണം ചീത്തയായിപ്പോയി, റോട്ടനാണ്, ചീത്തയായിപ്പോയി എങ്കിൽ നല്ല ഓറഞ്ച് എത്ര ശതമാനമാണ് കാണേണ്ടത്? ചീത്തയായി ഇപ്പൊ ചെയ്ത കണക്ക് പോലെ തന്നെ ചെയ്താൽ മതി. അതായത് മൊത്തം എത്ര ഓറഞ്ച് ഉണ്ടായിരുന്നോ, എത്ര ഓറഞ്ച് മൊത്തത്തിൽ ഉണ്ടായിരുന്നോ അതില് എന്താ പറയാ കുറച്ച് ചീത്തയായി പോയി. എത്ര എണ്ണ ചീത്തയായി പോയത്? 80. 80. 80 എണ്ണം ചീത്തയായി പോയി. ആ ചീത്തയായി പോയതിന്റെ ശതമാനം കണ്ടുപിടിച്ചാ പോരെ? ചീത്തയായത് എത്ര ശതമാനം നോക്ക്. 80 എണ്ണം ചീത്തയായി പോയി. ആ ചീത്തയായതിന്റെ ശതമാനം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ശതമാനം കാണാൻ എന്ത് ചെയ്യാം? എത്ര എണ്ണത്തിൽ എത്ര എണ്ണമാണോ ചീത്തയായേ? 800 എണ്ണം ഉണ്ടായിരുന്നു. 800 എണ്ണത്തിൽ 80 എണ്ണമാണ് ചീത്തയായത്. കണ്ടല്ലോ? അപ്പൊ 80/800 നമ്മൾ മാർക്കിന്റെ ഒക്കെ പെർസെന്റേജ് കാണാറില്ലേ? ടോട്ടൽ മാർക്ക് നമ്മൾ എത്ര സ്കോർ ചെയ്തു, അത് ഔട്ട് ഓഫ് എത്രയിലായിരുന്നു, ആൻഡ് ടു കൺവേർട്ട് ഇൻറ്റു പെർസെന്റേജിലേക്ക് മാറ്റാനായിട്ട് ഇൻറ്റു 100 ചെയ്യാം. ഇപ്പൊ 600ൽ 525 മാർക്ക് കിട്ടി. അപ്പൊ 525/600 ഇൻറ്റു 100. അപ്പൊ അത്ര മാർക്ക് കിട്ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക അല്ലെ? അത്ര ശതമാനം മാർക്ക്. നമ്മൾ ശതമാനമാണ് കാണാം, പെർസെന്റേജ് ആണ് നമ്മുടെ മാർക്കിന്റെ. എല്ലാവരും ചോദിക്കുക എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായി അല്ലെ? അങ്ങനെയാ ചോദിക്കുക. അപ്പൊ ആ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര നമുക്ക് സ്കോർ ചെയ്തു, ഔട്ട് ഓഫ് എത്രയിലായിരുന്നു ടോട്ടൽ മാർക്ക്, 12 വിഷയം 100 വിഷയം എത്ര, 10 വിഷയം എത്രയാണോ 100 വീതമാണെങ്കിൽ 1000, 10 × 10 1000 എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു ഇൻറ്റു 100. അതിന്റെ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 100ഉം 2 0 800 2 0 വെട്ടിപ്പോയി. 8 80 10 പ്രാവശ്യം പോകും. എന്ന് വെച്ചാൽ ചീത്ത ഓറഞ്ചുകളുടെ ശതമാനം എന്ന് പറയുന്നത് 10%. ആ ചീത്തയുടെ നമ്മൾ കണ്ടുപിടിച്ചേ ആണോ? അതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? അല്ലല്ലോ. സോ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് എന്താ പറയാ ഗുഡ് ഓറഞ്ചസ്? 90. എങ്ങനെയാ 90 കിട്ടിയത്? 100ൽ നിന്ന് ചീത്തയായ 10% കുറച്ചാൽ കളഞ്ഞാൽ നമുക്ക് കിട്ടും 90% ഓഫ് ദ ഓറഞ്ചസ് ആർ ഗുഡ്. നല്ല ഓറഞ്ച് ആയിരുന്നു. ബാക്കിയുള്ള 90%, 10% ചീത്തയായി. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ?
മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഡയഗണൽസ് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. ഒരു സമഭുജ സാമാന്ത്രികത്തിന്റെ വികർണങ്ങൾ 16 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആയാൽ 16 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആയാൽ അതിന്റെ ചുറ്റളവ് എത്ര? ഒരു സമഭുജ സാമാന്ത്രികത്തിന്റെ വികർണങ്ങൾ 12 സെന്റിമീറ്ററും 16 സെന്റിമീറ്ററും ആയാൽ ചുറ്റളവ് എത്ര? എന്താ സമഭുജ സാമാന്ത്രികം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. റോംബസ് അല്ലേ? മലയാളത്തില് സമഭുജ സാമാന്ത്രികം എന്ന് പറയും, ഇംഗ്ലീഷിൽ റോംബസ് എന്ന് വിളിക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ വലുതും അറിയോ? റോംബസ് ഒക്കെ ചില ഫിഗറുകളുടെ ഒക്കെ ജിയോമെട്രിക്കൽ മെഷർമെന്റുകൾ അല്ലെങ്കിൽ ജിയോമെട്രിയിൽ ഉപയോഗിക്കുന്ന ചില ഇതുപോലെയുള്ള ഫിഗറുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന പരീക്ഷകൾക്ക് ചോദിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതുപോലെയുള്ള ജിയോമെട്രിക്കൽ ഫിഗർ തന്നെയാണ് റോംബസ്. റോംബസ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അതിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. എല്ലാ വശങ്ങളും ഈക്വലായ സമഭുജ സാമാന്ത്രികത്തെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുക. എല്ലാ വശവും തുല്യമായ സമഭുജ സാമാന്ത്രികം, അതാണ് റോംബസ് എന്ന് വിളിക്കുന്നത്. ഹോൾ സൈഡ്സ് ഓഫ് റോംബസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇനി എന്ത് പ്രത്യേകതയാ റോംബസിനുള്ളതെന്ന് കൂടി മറ്റൊന്നറിയണം നമ്മൾ. എന്താ പ്രത്യേകത? വികർണങ്ങൾ പരസ്പരം ലംബങ്ങളാണ് അല്ലെ? പരസ്പരം ലംബങ്ങളായിട്ടുള്ള വികർണങ്ങളാണ് നമ്മുടെ ഈ സാധനത്തിനുള്ളത്, റോംബസിന്. അതായത് 90 ഡിഗ്രിയിലായിരിക്കും ഇങ്ങനെ വികരണം പോയിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. ആ 90 ഡിഗ്രിയിൽ പോയിരിക്കുന്ന വികരണങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇറ്റ് ബൈസെക്ട്സ് ഈച്ച് അതർ. ആ 90 ഡിഗ്രിയിൽ അത് ബൈസെക്ട് ചെയ്തു പോകും. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? 2 ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതില് ഒരു വികരണത്തിന്റെ നീളം 16 ആണ്. 16 ആണെങ്കിൽ അതിനെ പകുതിയാക്കുക. അടിയിലും മുകളിലും 8 ആണോ? ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൃത്യം പകുതിയാക്കുക. ബൈസെക്ട് 2 ഈക്വൽ സെക്ഷൻസ് ആക്കുന്നതിനാണ് നമ്മൾ ബൈസെക്ട് എന്ന് വിളിക്കുക. അപ്പൊ വികരണങ്ങൾ പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ ആ 16 എന്നുള്ളത് ആ ഒരു ഇങ്ങനെ പോയേക്കണം, ഹൊറിസോണ്ടൽ വരയും കൊണ്ട് അതിനെ പകുതിയാക്കിയാ പോയേക്കണേ. മുകളിൽ 8 സെന്റിമീറ്റർ, താഴേക്ക് 8 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ആ 8 സെന്റിമീറ്റർ പോയിരിക്കുന്ന അല്ലെങ്കിൽ 16 സെന്റിമീറ്റർ പോയിരിക്കുന്ന വികരണം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വര 12 ആണ് വന്നേക്കണേ. ആ 12നെയും അതേപോലെ തന്നെ ഭാഗിക്കും. അപ്പൊ എത്ര വീതം വരും? 6. അതെ, അപ്പൊ 6 കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ റോംബസിന്റെ ഈ സമഭുജ സാമാന്ത്രികത്തിന്റെ ചുറ്റളവ് കാണാൻ. ഒരു വശത്തിന്റെ അളവ് കിട്ടിയാലല്ലേ ചുറ്റുമുള്ള അളവ് കാണാൻ പറ്റുള്ളൂ. എന്താ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശം കൂടി കൂട്ടിയാൽ മതി. 4 വശമാണ് ഉള്ളത്. അല്ലെ ഏതെങ്കിലും ഒരു വശം കിട്ടിയാൽ മതി, കാരണം എല്ലാ വശവും തുല്യമാണ്. അപ്പൊ ഇതെല്ലാം തുല്യമായ വശങ്ങളായതുകൊണ്ട് ഏതെങ്കിലും ഒരു വശം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഞാനിപ്പോ ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താ കണ്ടുപിടിച്ചത് നമ്മള്? അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ? അതിൽ നിന്ന് ഞാനൊരു കുഞ്ഞു കഷ്ണം എടുത്ത് മുകളിലേക്ക് ഇതിങ്ങനെ വരയ്ക്കാം. അപ്പൊ ആ വരച്ചേക്കലില് ഇവിടെ 8ഉം ഇവിടെ 6ഉം വന്നിട്ടുണ്ട്. ആണോ? അത് കഷ്ണം എടുത്ത് മാറ്റി ഞാൻ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മുറിച്ച് മാറ്റി ഞാൻ മുകളിലേക്ക് വെച്ചു. അപ്പൊ നമുക്ക് കിട്ടി ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. സോ നമുക്ക് ഈ സൈഡല്ലേ ഇത് ഇവിടെ വന്നേക്കണം, ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന ഭാഗം. അപ്പൊ അത് ത്രികോണത്തെ സംബന്ധിച്ച് എന്തായിട്ട് വരും? ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം എന്തായിട്ട് വരും? കർണമായിട്ട് വരും. യെസ്, എന്താണ് കർണം കാണാനുള്ള ഇക്വേഷൻ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ലംബം ആൾട്ടിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ബിയും എയും എഴുതിയേക്കണേ. കർണം കാണാനുള്ള ഇക്വേഷൻ ആണ് h is equal to root of b square plus a square അല്ലെങ്കിൽ a square plus b square. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് 8a square plus 6a square. 8ന്റെ സ്ക്വയർ അറിയാമോ? 64. 6ന്റെ സ്ക്വയർ 34, 36 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100ന്റെ റൂട്ട് 10. അതെ, അപ്പൊ ഒരു സൈഡ് ഓഫ് ദ റോംബസ് കിട്ടി. കണ്ടല്ലോ? ആ സമഭുജ സാമാന്ത്രികത്തിന്റെ വശമാണ് കിട്ടിയത്. എത്ര? 10. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് കാണാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? 56, 192,
ഇതൊക്കെയാണ് ആൻസർ കിടക്കുന്നത്. ഏതൊക്കെയാ? 28 ഉണ്ട്, 40 ഉണ്ട്, 56 ഉണ്ട്, 192 ഉണ്ട്. ഏത് വരണം? 40. ഒരു വശം കിട്ടിയല്ലോ. ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് 10 കിട്ടി. സോ 4 സൈഡ് കൂടി കൂട്ടുന്നത്, 4 ചുറ്റുകൾ കൂട്ടണമെങ്കിൽ 4 കൂടി കൂട്ടണം. അതെന്ന് പറയുന്നത് 4 × 10 അല്ലെങ്കിൽ 10 + 10 + 10 + 10 4 പ്രാവശ്യം ആഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ 4 എന്താ പറയാ 10നെ 4 കൊണ്ട് ഗുണിച്ചാലും മതി. 40 കിട്ടുന്ന ആൻസർ ചുറ്റളവ്. ശരിയാണോ നോക്കുക. ചെയ്യാത്തവര് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വേഗം പകർത്തി എഴുതിയെടുക്കുക. ഫിഗറിൽ അതൊക്കെ ഒന്ന് വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് പിന്നീടായാലും നോക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ 8 മാറുന്നൊക്കെ എഴുതി വെക്കുമ്പോ പിന്നീട് നോക്കുമ്പോ എവിടെ നിന്നാണോ ഈ 8 വന്നേ, എവിടെ നിന്നാണോ ഈ 6 വന്നേ എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഒരു റോംബസ് സമഭുജ സാമാന്ത്രികത്തിന് 2 പരസ്പര ലംബങ്ങളായിട്ടുള്ള വികരണങ്ങളാണുള്ളത്. മാത്രമല്ല പരസ്പര ലംബങ്ങളായിട്ടുള്ള ഈ ഞാണുകൾ വികരണങ്ങൾ എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയും നമ്മുടെ സമഭുജ സാമാന്ത്രികത്തിനുണ്ട്. സമഭാഗം, അതായത് ഇങ്ങോട്ടേക്ക് പോയിരിക്കുന്ന വര എത്രയാണോ അത് പകുതി പകുതിയാവും, ഇങ്ങോട്ട് പോയിരിക്കുന്ന വര എത്രയാണോ, അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും വരച്ചിരിക്കുന്ന വരകള് കൃത്യം പകുതിയിലും മുറിച്ചു പോകും. ഇതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതാട്ടാ എ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. സോറി മലയാളം പറയട്ടെ. എക്ക് ഒരു ജോലി ചെയ്യാൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. എക്ക് ഒരു ജോലി ചെയ്യാൻ 10 ദിവസം വേണം. 10 ദിവസം വേണം. ബിക്ക് വേറെ ആളാണ്. ബിക്ക് ഇതേ ജോലി 15 ദിവസങ്ങൾ കൊണ്ട് തീർക്കാം. 15. ബിക്ക് ഇതേ ജോലി 15 ദിവസങ്ങൾ കൊണ്ട് തീർക്കാം. എങ്കിൽ 2 പേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? എങ്കിൽ 2 പേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? ചോദ്യം കിട്ടിയല്ലോ? ചെയ്ത് നോക്കിയേ. 6 ദിവസം, 8 ദിവസം, 10 ദിവസം, 12 ദിവസം എന്നൊക്കെയാണ് ഓപ്ഷൻസ് കിടക്കുന്നത്. 6 കിട്ടിയ എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ ഇതിന്? അതായത് രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരേ കാര്യം ചെയ്യുന്നു, അതേ കാര്യം ഒരുമിച്ച് ചെയ്യുന്നു. അതെ, XY/X+Y അല്ലെങ്കിൽ AB/A+B അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതക്ഷരം ഉപയോഗിക്കാം. അതായത് XY/X+Y ആണ്. എക്സും വൈയും 2 ആൾക്കാർ ചെയ്യുന്ന ജോലികളാണ്. അപ്പൊ 2 വ്യത്യസ്ത ആളുകള്. എ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ചെയ്യുമ്പോ ഇത്ര, ബി എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ ഇവർ 2 പേരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ അതിന് എത്ര ദിവസം എടുക്കും എന്നാണ് അപ്പൊ ചോദ്യം. അപ്പൊ എ ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? 10 അല്ലേ? 10 അല്ലേ പറഞ്ഞേ? അതെ. ബി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? സോറി, ബി ഒറ്റയ്ക്ക് ചെയ്താൽ 15 ദിവസം. അപ്പൊ 10 × 15 ബൈ വീണ്ടും 10 + 15 2 മുകളിൽ എഴുതിയത് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെയാണ് താഴെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 150/25 എന്ന് പറഞ്ഞാൽ എത്രയാ? 150ൽ എത്ര 25 6 150ൽ 6 25കളാണ്. 100ൽ 4 എണ്ണം, 50ൽ 2 എണ്ണം. 4 + 2 6 എണ്ണം. 6 125കൾ ചേരുമ്പോഴാണ് 150 ആകുക. അപ്പൊ അതായത് ഒറ്റയ്ക്ക് ഓരോ വ്യക്തികൾ ചെയ്യുന്ന ജോലി അവർ 2 പേരും കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഇതാണ് AB/A+B. അങ്ങനെ ഉപയോഗിക്കാം. XY/X+Y അങ്ങനെയും ഉപയോഗിക്കാം. ഏത് അക്ഷരം വേണം, അക്ഷരം മാറുന്നു മാത്രമേ ഉള്ളൂ. അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 6 ദിവസം തൊട്ട് ആൻസർ 6 ആണ്. അടുത്തത് ഒരു വിമാനം 20 മിനിറ്റ് കൊണ്ട്
ഒരു വിമാനം 20 മിനിറ്റ് കൊണ്ട് 600 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, പറക്കുന്നു. എന്താവട്ടെ, 600 കിലോമീറ്റർ പറക്കുന്നു, അത് സഞ്ചരിക്കുന്നു, കുറെ നീണ്ടു വാക്കാം. എങ്കിൽ വിമാനത്തിന്റെ വേഗത എത്ര? വേഗത കാണാൻ ഇക്വേഷൻ അറിയാമോ? സ്പീഡ് ബൈ ടൈം. അതെ, ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗത കാണാനായിട്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ, ടൈം തന്നിട്ടുണ്ടോ നോക്കുക. ആൻസർ 1200 കിലോമീറ്റർ പെർ അവർ, 1500 കിലോമീറ്റർ പെർ അവർ, 1800 കിലോമീറ്റർ പെർ അവർ, 2000 കിലോമീറ്റർ പെർ അവർ. ഏതാണ് കറക്റ്റ് ആൻസർ നോക്കുക. 1800. 1800. വേറെ ആർക്കെങ്കിലും വേറെ ആൻസറോ അല്ലെങ്കിൽ 1800 തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 600 കിലോമീറ്റർ ആണ്. ബൈ ടൈം തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കണം, മീറ്ററിലല്ല. ടൈം തന്നിരിക്കുന്നത് 20 മിനിറ്റ് ആണ്. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അവറിലാണ് പറയുന്നത്, കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ, മനസ്സിലായോ? അതേസമയം മീറ്റർ പറയുന്നത് നമ്മൾ സെക്കൻഡ്സിലൊക്കെയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മിനിറ്റ് ആണ്. 600/20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ 20/60. 20/60. സൗണ്ട് ഓൺ ആക്കിയതാരോ? ഓഫ് ചെയ്യണോ? ഞാൻ ഓൺമ്യൂട്ട് കൊടുക്കണം. എന്തോ സൗണ്ട് വന്നേ ഇവിടുന്നോ. ഓക്കെ, അപ്പൊ 600/20 മിനിറ്റ് ആണ്. മിനിറ്റ് എന്ന് പറയുമ്പോ മണിക്കൂറല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് 20/60 നമ്മൾ ചെയ്യണം. 60 എന്ന് പറയുന്ന മിനിറ്റിൽ 20 മിനിറ്റ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി വിമാനം എടുത്തിട്ടുള്ളൂ. അപ്പൊ 600 ടൈമിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തത് 20/60 ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? 600 ഇൻറ്റു ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ എന്താ ചെയ്യാറ് സാധാരണ? അറിയില്ല, തിരിച്ചിട്ടിട്ട് ഗുണിക്കണം അല്ലെ, റെസിപ്രോക്കൽ. ഓക്കെ ഓക്കെ, അപ്പൊ തിരിച്ചിട്ടിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0 0 വെട്ടിക്കളയാം. 2 6 3 പ്രാവശ്യം പോകും. 3 × 6 18, 2 0 ചേർക്കണം. 1800 കിലോമീറ്റർ പെർ അവർ എന്നാണ് ഉത്തരം വരിക. 1800 കിലോമീറ്റർ പെർ അവർ. കിട്ടിയോ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഒരു ക്യൂബിന്റെ വ്യാപ്തം 64 സെന്റിമീറ്റർ ക്യൂബ്, 64 സെന്റിമീറ്റർ ക്യൂബ് എങ്കിൽ അതിന്റെ ഉപരിതല പരപ്പളവ് എത്ര? ക്യൂബാണ്. ക്യൂബിന്റെ പ്രത്യേകത അറിയാലോ, എല്ലാ ഫേസസും
ഈക്വൽ ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആയിരിക്കും എല്ലാ ഫേസും. എത്ര ഫേസ് ഉണ്ട് ക്യൂബിന്? എത്ര മുഖങ്ങൾ ഉണ്ടെന്ന് ക്യൂബിന്? എത്ര മുഖമുണ്ട്? 6 ആണ്. ഓക്കെ, 6 മുഖങ്ങളാണുള്ളത്. അതിന്റെ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂബിന്റെ വോളിയം, വ്യാപ്തം അല്ലെ? ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താ? ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താ? എന്താ? എ ക്യൂബ് ആണ്. എ ക്യൂബ്. ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എ ക്യൂബ് എന്നാണ് കേട്ടോ. ഉണ്ടാതിരിക്കണല്ലെങ്കിൽ ഓക്കെ, എ ക്യൂബ് ആണ്. അതായത് അത് അറിയാലോ, ഒരു ക്യൂബിന്റെ എല്ലാ ഫേസസും ഒരേപോലെയുള്ള സ്ക്വയേഴ്സ് ആയിട്ട് ഒരേപോലെ വലിപ്പത്തിലുള്ള, അതായത് അതിന്റെ സൈഡൊക്കെ ഒരേ വലിപ്പത്തിലുള്ള 6 സ്ക്വയേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ്, അടുക്കിയല്ല അതിങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്ന സാധനം. നമുക്കറിയാം, പാമ്പ് ബോളിംഗ് കളിക്കുമ്പോ ക്യൂബ് ഇടാറുണ്ട്. റുബിക്സ് ക്യൂബ്, അതായത് പിള്ളേർ കളിക്കുന്ന കളറ് കറക്റ്റ് ആയിട്ട് എല്ലാ ഫേസിലും വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സാധനത്തെയാണ് നമ്മൾ ക്യൂബ് എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. വക്കുകളായിക്കോട്ടെ, നീളമായിക്കോട്ടെ, വീതി ആയിക്കോട്ടെ, എല്ലാം ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ എ ക്യൂബ്. 3 വശം നീളവും വീതിയും ഉയരവും ഒക്കെ ഒരേപോലെ വരുന്നത്. അത് എ ക്യൂബ് നമുക്ക് തന്നിട്ടുണ്ട്. എ ക്യൂബ് എത്രയും തന്നേക്കണേ? 64. കണ്ടല്ലോ, നമുക്ക് തന്നിരിക്കുന്നത് എ ക്യൂബ്, അതാണ് 64. അങ്ങനെയാണെങ്കിൽ ഒരു വശം എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 64ന്റെ ക്യൂബ് റൂട്ട്. ക്യൂബ് റൂട്ട് ഇങ്ങനെ ഇതിനെ നോക്കിയേ, ആ റൂട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ മുകളിലായിട്ട് ഒരു കുഞ്ഞി ചിത്രീകരണം. വെറുതെ റൂട്ടാണെങ്കിൽ സ്ക്വയർ റൂട്ടാണ്. 64ന്റെ സ്ക്വയർ റൂട്ടാണ്. വെറുതെ ഇതിങ്ങനെ റൂട്ട് ഇട്ട് അതിന്റെ അർത്ഥം എന്താ? 64. അതിന്റെ റൂട്ട് എത്രയാണ്? 8 എന്ന് പറയും നമ്മള്. പക്ഷെ അതല്ല, ഇത് വേറെയാണ്. എ ക്യൂബ് എന്ന് പറയുന്നത് 64 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എ കാണാൻ ക്യൂബ് റൂട്ട് ഓഫ് 64. 64ന്റെ ക്യൂബ് റൂട്ട് ആണ്. 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്രയാ കിട്ടണേ? 4 ആണ്. 4 × 4 16. 16 × 4 64. അതായത് 3 4കൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുക. അതിൽ നിന്ന് ഒരു 4 എടുക്കുക. 3 എണ്ണത്തിൽ നിന്ന് ഒരു കോമൺ നമ്പറിനെ എടുക്കുമ്പോഴാണ് അത് ക്യൂബ് റൂട്ട് ആകുക. അതേസമയം 2 എണ്ണം വെച്ചുള്ളതിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പോഴാണ് എന്താകുക? സ്ക്വയർ റൂട്ട് ആകുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി. എ എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടി. പക്ഷെ ഇതല്ലല്ലോ ചോദ്യം. വശത്തിന് നീളം കാണാനല്ല ചോദ്യം, സൈഡ് കാണാനല്ല ചോദ്യം. എന്തായിരുന്നു? ടോട്ടൽ സർഫസ് ഏരിയ. ഉപരിതല പരപ്പളവ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് കാണണം. എന്താണ് ക്യൂബിന്റെ ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ? 6a². അതായത് ഇതിന് 6 ഫേസസ് ഉണ്ടല്ലോ. ഒരു ഫേസിന്റെ അളവ് എന്ന് പറയുന്നത് a² ആണ്. സൈഡ് ടു സൈഡ് അല്ലെ? ഇവിടെ സ്ക്വയറിന്റെ ഏരിയ ആണ് ഇക്വേഷൻ, a². അങ്ങനത്തെ 6 മുഖങ്ങളുണ്ട്. അതുകൊണ്ട് 6a². അപ്പൊ 6 × a² എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക. 4 × 4, 4ന്റെ സ്ക്വയർ. അപ്പൊ എന്താ പറയാ? 6 4 24 × 4 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ആൻസർ വരിക. ഇവിടെ 8 32 64 96 ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. 8 സെന്റിമീറ്റർ സ്ക്വയർ, 32 സെന്റിമീറ്റർ സ്ക്വയർ, 64 സെന്റിമീറ്റർ സ്ക്വയർ, 96 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 96 ആണ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഒരു ക്ലോക്കിലെ സമയം ഒരു ക്ലോക്കിലെ സമയം 7 മണിയെങ്കിൽ ഒരു ക്ലോക്കിലെ സമയം 7 മണിയെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എന്തായിരിക്കും? കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എന്തായിരിക്കും? വേഗം കണ്ടുപിടിച്ച് ഉത്തരം പറഞ്ഞു. ഞാൻ പറയില്ല കേട്ടാ. കിട്ടിയോ? ക്ലോക്കിലെ സമയം 7 ആണ്. അത് പ്രതിബിംബത്തിൽ, കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 4:60. 4:20, 5 മണി, 7 മണി. 3:20, 4:20, 5 മണി, 7 മണി. 5 മണി. 5 മണി കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? 5 മണിന്ന്
കിട്ടി. പെട്ടെന്ന് വേറൊരു ഉത്തരം വന്നല്ലോ ഇവിടെ ഓപ്ഷനിലില്ലാത്ത 460. 460. കണ്ട നമ്മുടെ കുറച്ച് പെട്ടെന്ന് നമ്മൾ ഇത് എടുത്ത് ചാടി വെച്ചപ്പോ ഇനി ചിലപ്പോ ആ 460 എന്ന് പറയുന്നത് അവിടെ മെൻഷൻ ചെയ്തില്ല. അപ്പൊ നമ്മൾ ചോദിക്കോ ആൻസർ ഇല്ലേ എന്നൊക്കെ അല്ലെ. അപ്പൊ കുറച്ചുകൂടി ഒന്ന് കുറച്ച് കോൺസെൻട്രേഷൻ വേണം. ഇതെങ്ങനെ കണ്ണാടിയിലെ പ്രതിബിംബം കാണുന്നത് എങ്ങനെയാ? കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം കാണുന്നത് എങ്ങനെയാ? 11 കൊണ്ട് കുറയ്ക്കണം. 11നേക്കാൾ കുറവാണെങ്കിൽ എത്രയെന്ന് കുറയ്ക്കണം? 11:60. 11:60. നമുക്ക് തന്നിരിക്കുന്ന സമയം 11 മണിനേക്കാൾ കുറവാണെങ്കിൽ 11:60 നിന്ന് ആ സമയം അങ്ങോട്ട് കുറയ്ക്കാം. എന്നാൽ അതിൽ കൂടുതലാണെങ്കിലോ എത്രയെന്ന് പറഞ്ഞാൽ 12 ആണെങ്കിൽ 23.60 എന്ന് പറയുന്നത് 24 മണിയാണ് ശരിക്കും. 24 hours ക്ലോക്ക് ലാസ്റ്റ് അവറാണ് ആ 60 സൂചിപ്പിച്ചത്. 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. പക്ഷെ നമുക്കത് സൗകര്യപ്രദമായി മിനിറ്റ് എന്ന് കുറയ്ക്കാനും അവറിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കാം. 23 അവർ 60 മിനിറ്റ്. ആ 23 അവറും ഒരു 60 മിനിറ്റ് ചേർന്നാൽ 24 മണിക്കൂറായി. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ വരിക. ഇതിങ്ങനെ കുറയ്ക്കുമ്പോ 4:60 എന്ന് കിട്ടും. 4:60 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ തന്നിരിക്കുന്നതിനകത്തില്ല. 5 മണിയെയാണ് ഇത് സൂചിപ്പിക്കുക. ദാറ്റ് മീൻസ് 5 o'clock ആണ്. 5 മണി. ഓക്കെ, അപ്പൊ 5 മണി. യെസ്. അടുത്തത് ഫൈൻഡ് ഓഡ് വൺ ആണ് കേട്ടാ. ഒറ്റപ്പെട്ടത് കണ്ടെത്താനാ പറഞ്ഞേക്കണേ. ഒറ്റപ്പെട്ടത് കുറച്ച് സംഖ്യ ഉള്ളത് 1248, 1560, 1352, 1155. 4 സംഖ്യ എന്നുണ്ട്. ഇതില് ഒറ്റപ്പെട്ടത് ഏതാന്ന് എഴുതാൻ. 1155. 1155 വേറെ അല്ലാന്ന് പറയണോ ആരെങ്കിലും ഉണ്ടോ നോക്കിയേ. And the reason? ബാക്കിയെല്ലാം ഇരട്ട സംഖ്യ. സിമ്പിൾ അല്ലെ. ബാക്കിയെല്ലാം ഇരട്ട സംഖ്യകളാണ്. 1155 മാത്രമേ അതിനകത്ത് ഓഡ് നമ്പർ ഉള്ളൂ. അത് തന്നെയാണ് റീസൺ കൂടി അവിടെ ട്രാക്കിൽ എഴുതി വെച്ചേക്കട്ടാ. ബാക്കിയെല്ലാം ഇരട്ട സംഖ്യകൾ എന്ന് എഴുതി വെച്ചേക്കാം. വീണ്ടും ഒരു ഒറ്റയാനെ തിരയാനാണ് പറഞ്ഞേക്കണേ. 2011, 2012, 2013 and 2014 ഒരു വർഷങ്ങളാണ് തന്നേക്കണേ. 2011, 12, 13, 14. 2014. 2014. 2014. 2012. 2012. ഈ രണ്ടെണ്ണം കൂടി ഉണ്ട് പറയാൻ. എന്താ പറയും? 2012 പറഞ്ഞു, 14 പറഞ്ഞു. ഇനി ഏതെങ്കിലും ഉണ്ടാ? 2012. 12 ഉറച്ചു നിൽക്കുന്നു. ആൻഡ് ദ റീസൺ എന്താണ് കാരണം? 2012 മാത്രം അതിനകത്ത് ലീപ് ഇയർ, അതിവർഷം. ബാക്കിയെല്ലാം ഓർഡിനറി ഇയേഴ്സ് ആണ്, സാധാരണ വർഷമാണ്. മറ്റേത് മാത്രം ലീപ് ഇയർ ആണ്. എങ്ങനെ ലീപ് ഇയർ കണ്ടെത്തുക? 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. ദാറ്റ് മീൻസ് there should be no remainder. റിമൈൻഡർ പാടില്ല, ശിഷ്ടം വരാൻ പാടില്ല. ശിഷ്ടം വരാതെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളാണ് ലീപ് ഇയർ അല്ലെങ്കിൽ അതിവർഷം എന്ന് വിളിക്കാം. ബാക്കിയെല്ലാം ഓർഡിനറി ഇയേഴ്സ് ആണ്, സാധാരണ വർഷങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് 2012 മാത്രമേ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന വർഷമുള്ളൂ. 2011 പറ്റില്ല, 13 പറ്റില്ല, 14 പറ്റില്ല. അറ്റത്ത് കിടക്കുന്ന 4 മാത്രം നോക്കി നമുക്ക് പറയാൻ പാടില്ല കേട്ടോ. 4 കൊണ്ട് അറ്റത്ത് 4 മാത്രമല്ല, നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ 14 വരും. അപ്പൊ അത് ഡിവിസിബിലിറ്റി ശരിയാണോ എന്ന് കൂടി നോക്കണം, എന്നിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, അടുത്തത് ഒരു പ്രത്യേക കോഡിങ്ങിൽ AT is equal to 20. ATക്ക് 20 എന്ന് കൊടുത്തിരിക്കുന്നു. BATക്ക് 40 എന്ന് കൊടുത്തിരിക്കുന്നു. ഒരു പ്രത്യേക കോഡിങ്ങിൽ AT സമം 20, BAT സമം 40 എങ്കിൽ CAT എത്ര? അറുപത്.
60. 60. 60 എങ്ങനെ കിട്ടി? താത്തോർക്ക് പറഞ്ഞു കൊടുക്ക. 3 × 1 × 20. 3 ഇൻറ്റു 3 × 20. 3 × 20. ആ 3 ഇൻറ്റു 20. 3 എന്തുകൊണ്ട് വന്ന്? സിയുടെ മൂന്ന് വില 3 ആയതുകൊണ്ട് സ്ഥാനം മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് അല്ലെ. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ, അതായത് 40 ഇൻറ്റു 2. ബിനെ ചേർത്തപ്പോ അത് വെറുതെ 80 മാത്രമായിരുന്നപ്പോ 20. അപ്പൊ അവിടെ വേറെ അക്ഷരം അതിന് മുമ്പിലില്ല. അടുത്തതിൽ B80 എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ കൂടി അതേസമയം 40 മാറി. എങ്ങനെ? അതിനെ ഡബിൾ ആക്കി. അതായത് ബിന്റെ വാല്യൂ അപ്പൊ 2 ആയിരുന്നിരിക്കാം. 2 ഇൻറ്റു 20 ആണ് 40 വരിക. അങ്ങനെയാണെങ്കിൽ C80 അവിടെ തന്നെ വീണ്ടും ഉണ്ട്. സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 ആണ് നമ്മൾ കൊടുത്ത പൊസിഷൻ. 3 ഇൻറ്റു 20 60 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനാണ്. മിസ്സിംഗ് ആണ് കേട്ടോ. 125, ഒരു ഡാഷ്, പിന്നെ 343, 512, 729. ഡാഷിലുള്ള സംഖ്യ കണ്ടുപിടിക്കണം. ഒരു ഡാഷുള്ളൂ കേട്ടോ അതിവിടെ. അത് കണ്ടുപിടിച്ചാൽ മതി. ഇരുന്നൂറ്റി 16. 216 എങ്ങനെ ടീം? 6 ക്യൂബ്. അതെ, മുകളിൽ ബാക്കിയുള്ള സംഖ്യകളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5ന്റെ ക്യൂബ് ആദ്യത്തെ 125 അല്ലെ. പിന്നെ അറിയില്ല 7ന്റെ ക്യൂബ് ആണ് 343. 8ന്റെ ക്യൂബ് അല്ലെ, അതാണ് 512. അടുത്തത് 9ന്റെ ക്യൂബ് ആണ് 729. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ വരേണ്ടത് 6ന്റെ ക്യൂബാണ്. 5, 6, 7, 8, 9 വരെയുള്ള സംഖ്യകൾ വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില സംഖ്യകളുടെ ക്യൂബുകളാണ് വന്നിരിക്കുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5ന്റെ ഉണ്ട്, 7ന്റെ ഉണ്ട്, 8ന്റെ ഉണ്ട്, 9ന്റെ ഉണ്ട്. ഇടയിൽ ഒന്നും വിട്ടുപോയി. അപ്പൊ 6ന്റെ ക്യൂബാണ് അവിടെ വരുന്നത്. 6ന്റെ ക്യൂബ് 6 × 6 36, 36 × 6 216 ആണ്. ഓക്കെ, വീണ്ടും ഒരെണ്ണം വിട്ടുപോയി തന്നെയാണ്. 26, 37, 50, 65 ആൻഡ് ഡാഷ്. $82. 82 അങ്ങനെ 82 സ്ക്വയറിന്റെ കൂടെ പ്ലസ് +1. സ്ക്വയർ +1. അതിലൊന്ന് കൂട്ടി അല്ലേ. പിന്നെ 5 സ്ക്വയർ +1 ആണ് 26. സ്ക്വയറിന്റെ കൂടെ +1 കൂട്ടി. അപ്പൊ 9ന്റെ സ്ക്വയർ +1 82. അങ്ങനെയും കൂട്ടാം. ഈ രീതിയിലും പാറ്റേൺ ശരിയല്ലേ. 37, 37, 13, 13, 11, 13, 15 ആണോ നോക്കി അടുത്തത് കൂട്ടിയേക്കണേ. 65 കിട്ടാൻ. അതെല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 17 കൂട്ടിയാ പോരെ. അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിലാകാം. 82 ആണ് ആൻസർ വരിക. 82 ആണ് ലാസ്റ്റ് നമ്പർ മിസ്സിംഗ് ആയിട്ടുള്ള. അടുത്തത് വീണ്ടും മിസ്സിംഗ് തന്നെയാണ്, പക്ഷെ നമ്പർ അല്ല, പകരം ലെറ്റേഴ്സ് ആണെന്ന് മാത്രം. TYU, NSO, HMI എങ്കിൽ ബാക്കി അടുത്തത് ഏതാണ്? TYU. TYU ആണോ?
ഏതാ വരേണ്ടത്? ഇവിടെ ഈ അറ്റത്ത് രണ്ടുപേർക്കും കിടക്കുന്ന സംഖ്യ ലെറ്റേഴ്സ് റിപ്പീറ്റഡ് ആണ്. RST, TU കണ്ടോ? ടിയും യു അടുപ്പിച്ചുള്ള ലെറ്റേഴ്സ് ആണ് അറ്റത്തറ്റത്ത്. നടുക്കത്തെ ഒരു ലെറ്റർ മാത്രമേ മാറിയിട്ടുള്ളൂ. അടുത്തത് NO അല്ലെ? N ഓയും അറ്റത്തറ്റത്ത് വന്നിട്ട് X ആണ് മാറിയിരിക്കണേ. അടുത്ത HI കണ്ടല്ലോ? H കഴിഞ്ഞ് I ആണ് അടുക്കടക്കത്തെ മാറിയിരിക്കണേ. HIJ അല്ലെ? അപ്പൊ പിന്നെ മാത്രമല്ല അടുത്ത ലെറ്ററിലേക്ക് എത്താനായിട്ട് എത്ര മാറിയിട്ടുണ്ടെന്ന് കൂടി നോക്കാം. BGC ആണോ? BGC ആണ്. കറക്റ്റ് ആണ്. BGC ആണ് ആൻസർ. കറക്റ്റ് ആണ്. പാറ്റേൺ നോക്കുക, ശ്രദ്ധിക്കുക, അതനുസരിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇന്നത്തേക്ക് കൊണ്ടുവന്നേ. കറക്റ്റ് ആയിട്ട് സമയത്തിന് തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? 2 എണ്ണം ഉണ്ടായിരുന്നു. അന്ന് ആൻസർ വായിച്ചേ. ആൻസർ ഉണ്ടോ? ഇല്ലേ? 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? തന്നിരിക്കുന്ന ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് കാണും. അത് ഇങ്ങനത്തെ ഒരു കോൺ ഐസ്ക്രീം വെച്ച പോലത്തെ അല്ലേ? സെക്ടർ. സെക്ടറിന്റെയും അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെയും കൂടി ഏരിയ കണ്ടിട്ട് അത് കുറയ്ക്കാനായിരുന്നു. അത് ഈ ഭാഗത്തെ ഏരിയ കണ്ട് കാണാനാ പറഞ്ഞിരുന്നത്. ആൻസർ എത്ര കിട്ടി? 0.8175. 0.8175 ഒന്ന്. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ വേറെ? ട്രയാങ്കിൾ. അത് തന്നെയാണ് കിട്ടിയത്. അടുത്തതോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കോ? കേന്ദ്രകോൺ 72 ഡിഗ്രിയും വ്യാസം 30 ആയ ചാപത്തിന്റെ നീളം 18.84. 18.84 കിട്ടിയിട്ടുണ്ടോ നോക്ക്. കിട്ടിയാ? കിട്ടില്ല? അങ്ങനത്തെ ക്വസ്റ്റ്യൻ എഴുതിയില്ല? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സില് PDF ഇട്ട് വരുമ്പോഴത്തേക്കും 2 എണ്ണം ഇട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്തു വെച്ചതാ. പിന്നെ 2 PDF-ന്റെ കൂടെ ടീച്ചർ ആഡ് ചെയ്യാന്ന് പറഞ്ഞതാ. തന്നായിരുന്നു. ക്വസ്റ്റ്യൻ ആണ് 2 എണ്ണം പറഞ്ഞല്ലേ? അല്ലാതെ ഞാൻ ക്ലാസ്സിൽ ഒന്ന് ബാക്കി സമയം തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ സൊല്യൂഷൻ തരുമ്പോൾ അതിന്റെ ഒപ്പം അവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അതാണ് ഇട്ട് തന്നിരുന്നത്. സൊല്യൂഷൻ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്, പക്ഷെ എങ്കിലും അത് കഴിയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ബൈ റിട്ടേൺ ആയിട്ട് വരുന്നേ. അതെന്തിനാന്ന് വെച്ചാൽ റെക്കോർഡ് ക്ലാസ് കാണാത്തവരുണ്ടല്ലോ, സോറി ലൈവ് ക്ലാസ്സിൽ കയറാത്തവരുണ്ടല്ലോ. അപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ആ നോട്ടുകൾ കൂടി നോക്കി കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അതാ, താങ്ക് യു മിസ്. ബൈ.